ഹലോ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നത്തെ സ്പെഷ്യൽ ഒരു ബീഫ് സ്റ്റൂ ആണ്. ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ബീഫ് സ്റ്റൂ. എന്നാൽ നമുക്ക് തയ്യാറാക്കിയാലോ. ബീഫിൻ്റെ സ്റ്റൂ തയ്യാറാക്കാൻ വേണ്ടി 1 കിലോ ബീഫ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഉപ്പും കുറച്ച് കറിവേപ്പിലയും 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ബീഫ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് വേകാൻ വേണ്ടി വെക്കാം. പ്രഷർ കുക്കറിലാണ് ബീഫ് വേവിക്കുന്നതെങ്കിൽ 3-4 വിസിൽ അടിക്കുന്നത് വരെ ബീഫിൻ്റെ വേവ് അനുസരിച്ച് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു അരമണിക്കൂർ ആയപ്പോഴത്തേക്കും ബീഫ് പകുതി വേവായിട്ടുണ്ട്. ഇനി ഇത് കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആക്കി ഇട്ടിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പം കുറച്ച് സ്പൈസസ് ചേർക്കാം. ബേ ലീവ്സ് 2, കുരുമുളക് 1 ടീസ്പൂണ്, ഏലക്ക ചതച്ചത് 4, കുറച്ച് കറുവാപ്പട്ട, ഗ്രാമ്പു ഒരു 5 എണ്ണം. ഇതിൻ്റെ ഫ്ലേവറൊക്കെ കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇനി 8 വെളുത്തുള്ളി അരിഞ്ഞത് ചേർക്കാം. ഇതിൻ്റെ കൂടെ 1 തണ്ട് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്. ഇതിലേക്ക് ഇനി 5 പച്ചമുളക് നടുവേ കീറിയത്. മുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1-2 മിനിറ്റ് ഒന്ന് വഴറ്റാം. ഇത് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 3 സവോള അരിഞ്ഞത് ചേർക്കാം. സവോള ഒന്ന് വെന്ത് വരുന്നതും വരെ ഒന്ന് വഴറ്റാം. സവോള ഇപ്പോൾ ആവശ്യത്തിന് വെന്ത് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഗോൾഡൻ നിറം ആകുന്നത് വരെ ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല. ഇനി 2 ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളാക്കിയത് ചേർക്കാം. 1 ക്യാരറ്റ് കഷ്ണങ്ങളാക്കിയത്, 1/2 കപ്പ് ബീൻസ്. ഇതൊരു 3 മിനിറ്റ് വഴറ്റാം. ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് കിട്ടുന്നിടം വരെ. ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ ആവശ്യത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇറച്ചി ആവശ്യത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വഴറ്റിയ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 2 കപ്പ് കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. നേരത്തെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെജിറ്റബിളൊക്കെ ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിക്കാം. ഗ്രേവി ഒന്ന് തിളച്ച് വരുമ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഞാനിവിടെ മൊത്തം 1.25 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഉപ്പ് ഗ്രേവിയിലൊന്ന് മിക്സ് ചെയ്യാം. ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. തീ ഒന്ന് കുറച്ചതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് തേങ്ങയുടെ 1/4 പാല് ചേർക്കാം. അല്ലെങ്കിൽ കട്ടി കൂടിയ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് തിളപ്പിക്കരുത്. തിളപ്പിച്ചാൽ പിരിഞ്ഞു പോകും. ഇത് ജസ്റ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിനകത്തിപ്പോൾ ആവശ്യത്തിന് ഗ്രേവിയൊക്കെ ഉണ്ട്. അപ്പത്തിനും ചപ്പാത്തിനും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ.